Hello, dear students. So, welcome back to the day 3 marathon of ATX. അപ്പോൾ ഇന്നലത്തെ 2 ദിവസങ്ങളിലും നമ്മൾ ചെയ്തത് 50 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് അല്ലെ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 25 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ആൻഡ് ഇറ്റ്സ് ഫ്രം ജൂൺ 2024. അപ്പം ജൂൺ 2024 വന്നിട്ടുള്ള ഒരു സെക്ഷൻ ബിയിലെ 25 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി IST ഇംപ്ലിക്കേഷൻസ് ആണ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിലും നമ്മുടെ റിലീഫ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ഓരോ സെഷൻസ് വരുമ്പോഴും പറയുന്നത് എന്താണ്, റിലീഫ് കാര്യമായിട്ട് നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് അധികം ഇതിലേക്കൊന്നും പോവാതെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. ഓക്കെ, യെസ്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറയാണ്. നമ്മുടെ ജൂൺ 2024 സെഷനിലെ ഒരു സെക്ഷൻ ബിയിലെ 25 മാർക്ക് ക്വസ്റ്റൻ ആണ്. ആൻഡ് ഈ 25 മാർക്ക് ക്വസ്റ്റ്യനിൽ 20 മാർക്സ് ഇസ് വർത്ത് ടെക്നിക്കൽ ആൻഡ് 5 മാർക്സ് പ്രൊഫഷണൽ മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാം. അതിനുശേഷം ഓരോ എക്സിബിറ്റ്സും റിക്വയർമെന്റ്സും ഒക്കെ വായിക്കാം. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. യു ഷുഡ് അസ്യൂം ദാറ്റ് ടുഡേസ് ഡേറ്റ് is 1st June 2024. RISA has requested advice in respect of the after-tax amount of an IST and the relief available to reduce an IST liability. റിസ ആണ് നമ്മുടെ ക്ലയന്റ് ആൻഡ് റിസയ്ക്ക് എന്ത് വേണം, കുറച്ച് അഡ്വൈസ് വേണം. എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വൈസ് ആണ്? ISTയിലെ ആഫ്റ്റർ ടാക്സ് പ്രൊസീഡ്സ് എത്ര വരും ആൻഡ് അതേപോലെ IST എങ്ങനെ കുറയ്ക്കാം, ഈ കാര്യങ്ങളിലാണ് റിസയ്ക്ക് അഡ്വൈസ് വേണ്ടത്. പ്ലസ് ദ റിലീഫ് അവൈലബിൾ ഫോർ ഹെർ ഷെയർസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ട്രേഡിംഗ് ലോസ്. നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ റിസ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ആൻഡ് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ലോസ് വന്നിട്ടുണ്ട്. സോ റിസയ്ക്ക് എന്ത് ചെയ്യണം, ആ ലോസ് എങ്ങനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം, അതിനുള്ള റിലീഫിന്റെ ഒരു അഡ്വൈസ് വേണം. ആൻഡ് ഫൈനലി ദ ടാക്സ് റിലീഫ് അവൈലബിൾ ഫോർ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ 2 ലോൺസ്. റിസ ഒരു 2 ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം ആ 2 ലോണിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ആ ഇൻട്രസ്റ്റിന് റിസയ്ക്ക് എന്തൊക്കെയാണ് റിലീഫ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ വി ഹാവ് 3 ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ആൻഡ് ലെറ്റ്സ് ഗോ ഓൺ ടു ദി എക്സിബിറ്റ്സ്. സോ നമുക്ക് ആദ്യത്തെ എക്സിബിറ്റ്, ആകെ ഒരു ഒറ്റ എക്സിബിറ്റേ തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സിബിറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം ആൻഡ് അതിനുശേഷം റിക്വയർമെന്റ് വായിക്കാം ആൻഡ് അതിനുശേഷം നമ്മൾ ഈ എക്സിബിറ്റ് റീവിസിറ്റ് ചെയ്യുന്നതാണ്. സോ റിസയാണ് നമ്മുടെ ക്ലയന്റ്. റിസ ഹാസ് റീസെന്റ് ഇൻഹെറിറ്റഡ് ദ റെസിഡ്യൂ ഓഫ് ഹർ aunt ഫിയാസാസ് എസ്റ്റേറ്റ്. റിസ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. റിസയുടെ aunt ഫിയാസാന്റെ എസ്റ്റേറ്റ് ആണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് ഹർ പ്രീവിയസ് എംപ്ലോയ്മെന്റ് ഓൺ 30th September 2023. റിസ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഓൾറെഡി എംപ്ലോയിഡ് ആയിരുന്നു. പക്ഷേ 30th September 2023 ആയപ്പം റിസ എന്ത് ചെയ്തു, ആ ഒരു എംപ്ലോയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് 1st October 2023 മുതൽ, അതായത് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് മന്ത് മുതൽ റിസ ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർ ആയിട്ട് ജോയിൻ ചെയ്യാണ്. അതായത് ഒരു സോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ അൺഇൻകോർപ്പറേറ്റഡ് ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് റിസ എൻട്രി ചെയ്യാണ്. Has not made any disposals for CGT for tax purpose since the tax year 2021. അതായത് 2021 മുതൽ റിസ എന്ത് ചെയ്തിട്ടില്ല, യാതൊരു വിധത്തിലുള്ള ഡിസ്പോസൽസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. CGT ഡിസ്പോസൽസ് ഒന്നുമില്ല. അതായത് നമുക്ക് ആനുവൽ എക്സംഷൻ മൊത്തം അവൈലബിൾ ആണ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ തരുന്നത്. ഓക്കെ, ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് മൊത്തം അവൈലബിൾ ആണ് എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഫിയാറ എന്ന് പറയുന്നത് നമ്മുടെ റിസയുടെ aunt ആണ്. ഫിയാറയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫിയാറ ഡൈഡ് ഓൺ 8th February 2024. ഈ ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് IST ആയതുകൊണ്ട് തന്നെ ഡേറ്റ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ദ ഡേറ്റ്സ്. ഓക്കെ, ഫിയാറ മരിക്കുന്നത് 8th February 2024 and had always been tax resident and domiciled in the UK. UK domiciling UK tax resident ആണ് എന്നുള്ളത് ഡയറക്ട്ലി പറയുന്നുണ്ട്. Gave Risa's sister Paria an investment property on 1st March 2020. This was Fiaza's only lifetime gift. അതായത് ഫിയാസ ആളുടെ aunt എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈഫ് ടൈം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ലൈഫ് ടൈം ഗിഫ്റ്റ് കൊടുക്കുന്നത് റിസയുടെ സിസ്റ്ററിനാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണ് ലൈഫ് ടൈം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൊടുക്കുന്നത് 1st March 2020. ആൻഡ് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Paria still owns the investment property which was valued at 210,000 on 1st March 2020. 1st March 2020 അതായത് ഗിഫ്റ്റ് കൊടുത്ത അന്ന് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിന്റെ വാല്യൂ എത്രയാണ്,
210,000 ആയിരുന്നു. പക്ഷേ ആൻഡ് അറ്റ് 182,000 ഓൺ 8th February 2024. അതായത് ഈ ആണ്ട് മരിക്കുന്ന ദിവസം ആ ഒരു പ്രോപ്പർട്ടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്തായി കുറഞ്ഞു അല്ലെ, ഫോൾ ഇൻ വാല്യൂ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും റിലീഫ് അവൈലബിൾ ആണോ, ഫോൾ ഇൻ വാല്യൂവിന് എന്തെങ്കിലും റിലീഫ് നമുക്ക് കിട്ടുമോ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും ബി ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നോക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഗിഫ്റ്റ് ചെയ്ത അന്ന് ഗിഫ്റ്റ് ചെയ്ത അന്ന് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീന്റെ വാല്യൂ എന്ന് പറയുന്നത് 210,000 ആണ്. ആൻഡ് ഡെത്തിന്റെ ഡേറ്റിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 182,000 ആണ്. ഇനി Fiera left the whole of her estate to Riza except for a specific bequest of 90,000 cash to Feria. അതായത് ഫെറിയ മരിച്ച സമയത്ത് ഫെറിയ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റേറ്റ് മൊത്തം ആർക്ക് കൊടുത്തു, നമ്മുടെ റിസയ്ക്ക് കൊടുത്തു, എക്സെപ്റ്റ് 90,000 ക്യാഷ് ടു ആർക്കാണ് കൊടുത്തത്, റിസയുടെ സിസ്റ്റർ പെരിയയ്ക്കാണ് കൊടുത്തത്. അപ്പം ഇതൊക്കെയാണ് ഫെറിയയുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഫെറിയയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറയാം. ആള് മരിച്ചത് 8th February 2024 ലൈഫ് ടൈമിൽ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഓൺ 1st March 2020. ഓക്കെ, അപ്പം 1st March 2020 ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഗിഫ്റ്റ് ചെയ്തപ്പം ആ ഗിഫ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 210,000 ആയിരുന്നു. പക്ഷെ പിന്നീട് ഫിരിയ മരിച്ച സമയത്ത് ആ ഗിഫ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നു, 182,000 ആയിരുന്നു. ആൻഡ് അതൊരു PET ട്രാൻസ്ഫറും കൂടെയാണ്. ഇനി ഫിരിയ മരിച്ച സമയത്ത് ആളുടെ എസ്റ്റേറ്റ് മൊത്തം ആർക്ക് കൊടുത്തിട്ടുണ്ട്, റിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എക്സെപ്റ്റ് 90,000 ക്യാഷ്. ബാക്കിയെല്ലാം നമ്മുടെ റിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഫിറയുടെ അസറ്റ്സ് ഡെത്തിന്റെ സമയത്ത് ഡെത്ത് എസ്റ്റേറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. ഡെത്തിന്റെ സമയത്ത് ഫിറിയ ഒരു ഓൺ റെസിഡൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഹൗസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 370,000 ആണ്. അതേപോലെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഗാറ്റോ ലിമിറ്റഡിലെ ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. 20,000 ഷെയർസ് ആണ്. അൺകോട്ടഡ് ട്രേഡിംഗ് കമ്പനിയാണ്. ഓക്കെ, അപ്പം 240,000 ആണ് ഷെയറിന്റെ വാല്യൂ. ആൻഡ് അതേപോലെ പേഴ്സണൽ ചാറ്റൽസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ചാറ്റൽസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 160,000 ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഡെത്ത് എസ്റ്റേറ്റിൽ ഉള്ളത്. ആൻഡ് അഡീഷണലി കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട്. Fira had inherited the shares in Gatto Limited, a 20% holding from her husband. ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ് ഈ ഷെയർസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് 21st November 2022 ഓക്കെ, അപ്പം ഫിറ എത്ര കൊല്ലത്തേക്ക് ആ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത്, ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് ഒരു 22, 23, 24 ഫുള്ളില്ല, ഒരു 1 ഇയേഴ്സ് ആണ് ആ ഒരു ഫിറ ആ ഒരു ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് ആളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് പെറു ആൻഡ് കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. പ്രിപ്പയർസ് അക്കൗണ്ട്സ് ടു 31st March each year. എന്താ ഈ പെറു ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാല്, നമ്മുടെ റിസ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ എൻറ്റർ ചെയ്ത കമ്പനിയാണ് പെറു ആൻഡ് കമ്പനി എന്ന് പറയുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പാണ് പെറു ആൻഡ് കമ്പനി. ആൻഡ് അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് 31st March വരെയാണ്. ഹാസ് എ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2024. 31st March 2024 അവർക്ക് എന്താണുള്ളത്, ഒരു ലോസ് ആണുള്ളത്. ആൻഡ് റിസ ഷെയർസ് ഓഫ് ദിസ് ലോസ് ഏഴ്സ് 32,000. റിസയുടെ ഷെയർ എന്ന് പറയുന്നത്, അതായത് ലോസിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 32,000 ആണ്. ഓക്കെ, അപ്പം ഫോർ ദ ടാക്സ് ഇയർ 23-24 റിസയ്ക്ക് എത്ര ലോസ് ഉണ്ട്, 32,000 ആണ് ലോസ് ഉള്ളത്. അപ്പം അതൊന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. ആൻഡ് റിസ ഈ വർഷമാണ് പാർട്ട്ണർഷിപ്പ് ബിഗിൻ ചെയ്തത്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് ഇയർ ആണ്. ഓപ്പണിംഗ് ഇയറിന് നമുക്ക് എന്തൊക്കെ റിലീഫ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വരണം, ഇങ്ങനെ വരണം. ലോസ് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാം, ആൻഡ് ബിഗിനിങ് ഇയറിൽ തന്നെ ലോസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പോയിന്റ് വായിക്കുന്ന സമയത്ത് പോകണം. ആൻഡ് അതർ ഇൻകം, റിസയുടെ അതർ ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്. Riza earned an annual salary of 96,000. ആനുവൽ സാലറി ആണ് 96,000. റിസ ആക്ച്വലി ഈ ടാക്സ് ഇയറിൽ 6 months ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആയപ്പം ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് സീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 6 മാസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ 6 months സാലറി ആയിരിക്കും ആർക്ക് കിട്ടുക, റിസയ്ക്ക് കിട്ടുന്നുണ്ടാവുക.
She also received a bonus of 34,000 in each of the tax years 21-22 and 22-23. 21-22ലും 22-23ലും റിസയ്ക്ക് എത്രയാ ബോണസ് ആയിട്ട് കിട്ടുന്നത്? ഇറ്റ്സ് അറൌണ്ട് 34,000. ഓക്കെ, അപ്പം ഈ വർഷം റിസയ്ക്ക് സാലറി എംപ്ലോയ്മെന്റ് ഇൻകം കിട്ടുന്നുണ്ട്. അത് 6 മന്ത്സിന്റെയാണ് എംപ്ലോയ്മെന്റ് ഇൻകം കിട്ടുന്നത്. ആൻഡ് പ്രീവിയസ് രണ്ട് ടാക്സ് ഇയേഴ്സിലും റിസയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ബോണസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് 34,000. ഓക്കെ, ഇനി റിസയുടെ ലോൺസിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓൺ 6th April 2024, റിസ took out the following bank loans. 6th April 2024 റിസ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ബാങ്ക് ലോൺസ് എടുത്തിട്ടുണ്ട്. A loan of 50,000 in order to provide additional capital to Peru and Company. അതായത് പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ റിസ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആൻഡ് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ ദ ടാക്സ് ഇയർ 24-25 വിൽ ബി 4,000 pounds. എത്രയാ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്? 4,000 pounds ആണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ലോൺ. ആൻഡ് സെക്കൻഡ് ലോൺ എന്ന് പറയുന്നത് a loan of 80,000 to finance the acquisition of residential investment property. റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളൊരു ലോൺ എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ലോൺ ഇസ് 80,000 pounds. അപ്പം ആ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റും വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5,020 ആണ്. അതായത് 24-25 ഇൻട്രസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 5,020 ആണ്. The residential property will generate taxable rental income of 24,000 in the tax year 24 and 25. 24-25 എത്രയാ പ്രോപ്പർട്ടിന്ന് ടാക്സബിൾ ഇൻകം കിട്ടുന്നത്? 24,000 ആണ്. റിസ will be a higher rate taxpayer in the tax year 24-25. 24-25 റിസ ഏത് റേറ്റ് ടാക്സ് പെയർ ആയിരിക്കും എന്നാ പറയുന്നത്? ഹയർ റേറ്റ് ടാക്സ് പെയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിക്വയർമെന്റ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് റിക്വയർമെന്റ്സിലേക്ക് പോവാം. ഓക്കെ, സോ യെസ്, ഹിയർ ആർ ദ റിക്വയർമെന്റ്സ്. നമുക്ക് 3 റിക്വയർമെന്റ്സ് ആണ് ഉള്ളത്. ആൻഡ് അതിൽ തന്നെ സബ് റിക്വയർമെന്റ്സ് ഉണ്ട്. സോ ലെറ്റ് സീ വാട്ട് ദ റിക്വയർമെന്റ് എ എസ്. എയിൽ തന്നെ നമുക്ക് 2 സബ് റിക്വയർമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒന്ന് വായിച്ചു നോക്കാം. എക്സ്പ്ലെയിൻ ദ റിലീഫ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദി ലൈഫ് ടൈം ഗിഫ്റ്റ് മെയ്ഡ് ബൈ ഫേറ ടു പെറിയ ആസ് എ റിസൾട്ട് ഓഫ് ഫേറാസ് ഡെത്ത്. അതായത് ഫേറ മരിക്കുന്ന സമയത്ത് ഓക്കെ എന്ത് റിലീഫാണ് പെരിയയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. സോ പെരിയയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണ്. ആൻഡ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിന്റെ വാല്യൂ എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് അല്ലെ? കുറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ എന്ത് റിലീഫ് കിട്ടും? ഫോൾ ഇൻ വാല്യൂ റിലീഫ് കിട്ടും. ഗിഫ്റ്റ് ചെയ്ത ഡേറ്റ് നിന്ന് ആള് ഗിഫ്റ്റ് ചെയ്ത ഡേറ്റിലെ വാല്യൂ ആള് മരിക്കുന്ന വാല്യൂവിനെക്കാട്ടും കൂടുതലാണെങ്കിൽ, മരിക്കുന്ന സമയത്ത് വാല്യൂവിനെക്കാട്ടും കൂടുതലാണ്, അതായത് മരിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടീന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് റിലീഫ് അവൈലബിൾ ആണ്? ഫോൾ ഇൻ വാല്യൂ റിലീഫ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ പെരിയയുടെ ISTയും കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് റിലീഫ് കിട്ടും? ഫോൾ ഇൻ വാല്യൂ റിലീഫ് കിട്ടും. സോ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്യാം. ഇറ്റ്സ് റിക്വയർമെന്റ് എ. റിക്വയർമെന്റ് എയിൽ തന്നെ ഫസ്റ്റ് റിക്വയർമെന്റ് ആണ്. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം. റിലീഫ് അവൈലബിൾ ടു പെരിയ. റിലീഫ് അവൈലബിൾ ടു പെരിയ. സോ ജസ്റ്റ് നമുക്ക് എഴുതാം. ദ വാല്യൂ of the investment property, the value of the investment property on the date of gift was to 10,000 pounds, and on the date of death of Feyra, on the date of death of Feyra, the value of the investment property has dropped
down to has dropped down to എത്രയായിട്ടാ drop down ആയത് has dropped down to I think it's one let me see ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ 210,000 ആയിരുന്നത് 182,000 ആയി has dropped down to 182,000 pounds since the value of the investment property has reduced Peria would be entitled to a fall in value relief. On receipt of എന്നിട്ട് തൊട്ട് താഴെ അതിന്റെ എഫക്റ്റ് എഴുതാം on receipt of the fall in value relief the tax payable by Peria would be reduced എന്നിട്ട് തൊട്ട് താഴെ എഴുതാം സംഭവം പെരിയ പേ ചെയ്യേണ്ട ടാക്സും കാര്യങ്ങളും റെഡ്യൂസ് ആവും പക്ഷേ നമ്മുടെ റിലീഫ് NRBയും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് വാല്യൂ തന്നെയാണ് എടുക്കുക മാർക്കറ്റ് വാല്യൂ ആ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിലെ വാല്യൂ തന്നെയാണ് എടുക്കുക അവിടെ റെഡ്യൂസ്ഡ് വാല്യൂ അല്ല എടുക്കുക ജസ്റ്റ് ഒന്ന് എഴുതാം however the value of when considering the NRB the reduced value will not be considered. Okay, yes. സോ 2 മാർക്കിന്റെ റിക്വയർമെന്റ് ആണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു യെസ് വി വിൽ ഗെറ്റ് എ റിലീഫ് ആൻഡ് ഇറ്റ്സ് കോൾഡ് fall in value relief ആൻഡ് ആ ഒരു റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ വരുന്ന ഇംപ്ലിക്കേഷൻസ് അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം Calculate the amount of Risa's IHT from Fira's death estate after deducting any IHT payable. You should include an explanation of the relief available to reduce the taxable value of the estate. So, ഈ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വലി നമുക്ക് 2 പാർട്സ് ആണ് ഉള്ളത് ഒന്ന് പറയുന്നത് എന്താണ് റിസയ്ക്ക് എത്ര ഇൻഹെറിറ്റൻസ് ആയിട്ട് എത്ര റിസീവ് ചെയ്യും അതായത് ടാക്സ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് IHTയും ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് റിസയ്ക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് എത്ര കിട്ടും ആൻഡ് പിന്നെ നമ്മളോട് ചോദിക്കുന്നത് റിസയ്ക്ക് എന്തെങ്കിലും റിലീഫ് അവൈലബിൾ ആണോ വിത്ത് റെസ്പെക്ട് ടു ദ വാല്യൂ ഓഫ് എസ്റ്റേറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ആദ്യത്തെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉള്ളത് സോ നമ്മൾ ഹെഡിങ് ഇവിടെ കൊടുക്കുന്നു ആൻഡ് കാൽക്കുലേഷൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാണ് സോ ഹെഡിങ് നമുക്ക് കൊടുക്കാം heading as Risa's IHT from Fira's death estate. Okay. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതുകയാണ് do refer the spreadsheet for calculations. And yes, നമുക്ക് calculation part ഒന്ന് നോക്കാം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് computation of IHT available to Risa.
അപ്പോൾ റിസയ്ക്ക് എത്ര IHT അവൈലബിൾ ആണ് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എത്ര IHT പേ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, റിസയുടെ ഡെത്ത് എസ്റ്റേറ്റ് റിസയ്ക്ക് എത്ര ഇൻഹെറിറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ആദ്യം റിസയ്ക്ക് ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടീസിന്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതിന്ന് നമ്മൾ എന്ത് ഡിഡക്ട് ചെയ്യണം? റിസ ആ ഒരു ഡെത്തിനോട് റിലേറ്റ് ചെയ്തിട്ട് പേ ചെയ്യേണ്ട ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഡിഡക്ട് ചെയ്യണം അല്ലെ? സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേഷൻ ഓഫ് IHT ലയബിലിറ്റി. അതായത് ആണ്ട് മരിക്കുന്ന സമയത്ത് എത്ര IHT ലയബിൾ ആണ് പേയബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഓൺ എ സബ് ഹെഡിങ് കാൽക്കുലേഷൻ ഓഫ് IHT on death estate. Calculation of IHT on death estate. Okay, yes. So എന്തൊക്കെയാണ് ഡെത്ത് എസ്റ്റേറ്റിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഹൗസ് ഉണ്ട് ആൻഡ് ഷെയർസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷെയർസിന് നമുക്ക് ആക്ച്വലി എന്തെങ്കിലും റിലീഫ് കിട്ടും. യെസ്, ഷെയർസിന് നമുക്ക് എന്ത് കിട്ടും? BPR റിലീഫ് കിട്ടും, കിട്ടില്ലേ? യെസ്. സോ 20,000 ഷെയർസ് അൺകോട്ടഡ് കമ്പനിയിലെ ഷെയർസ് ആണ്. ആൻഡ് ഫീറ ആക്ച്വലി 2 years ഓൺ ചെയ്തിട്ടില്ല. പക്ഷെ ഫീറ ആ ഒരു ഷെയർസ് ഇൻഹെറിറ്റ് ചെയ്തത് ആരുടെ അടുത്തുനിന്നാണ്? ആളുടെ ഹസ്ബൻഡിന്റെ അടുത്താണ്. അപ്പൊ അവർക്ക് ജോയിന്റ്ലി എത്ര വർഷത്തെ ഓണർഷിപ്പ് ഉണ്ട്? 2 yearsലെ ഓണർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയർസ് എന്തിനു ക്വാളിഫൈ ആവും? BPR റിലീഫിന് ക്വാളിഫൈ ആവും. ഓക്കെ, വേറെ എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ കാര്യമായിട്ട് റിലീഫ് ഒന്നും കിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഓരോന്നായിട്ട് മെൻഷൻ ചെയ്ത് പോവാം. ആൻഡ് IHT ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഹൗസ് ചാർജബിൾ ആണ് ആൻഡ് ഇറ്റ്സ് 370,000. ഷെയർസിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 240,000. പക്ഷെ നമുക്ക് അതിന് എന്ത് കിട്ടും? BPR റിലീഫ് കിട്ടും. സോ ഷെയർസ് എന്തല്ല? ചാർജബിൾ അല്ല. 240,000 BPR റിലീഫ് കിട്ടും. ആൻഡ് ഫൈനലി പേഴ്സണൽ ചാറ്റൽസ് that would be 160,000 ആണ് പേഴ്സണൽ ചാറ്റൽസ് വരുന്നത്. സോ ചാർജബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 530,000 ആയിരിക്കും ചാർജബിൾ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഡിഡക്ട് ചെയ്യാം? NRB ഡിഡക്ട് ചെയ്യാം. ഓക്കെ, വാല്യൂ ഓഫ് എസ്റ്റേറ്റ്, ജസ്റ്റ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആൻഡ് അതൊന്ന് നമ്മൾ NRB ഡിഡക്ട് ചെയ്യാണ്. സോ നമുക്ക് NRB 325,000 മൊത്തം അവൈലബിൾ ആണോ? അല്ല, കാരണം മരിച്ച ഡേറ്റിന്റെ ബാക്കിലേക്ക് 7 years നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, ഒരു PT ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ട്രാൻസ്ഫറിൽ NRB എന്തായിട്ടുണ്ടാവും? യൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള NRB എന്ന് പറയുന്നത് 325,000 നമുക്ക് ആക്ച്വലി NRB അവൈലബിൾ ആണ്. പക്ഷെ അതിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 7 years മുന്നത്തെ ചാർജബിൾ എമൗണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യണം. സോ 7 years മുന്നേ നമ്മുടെ റിസയുടെ സിസ്റ്റർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിന്റെ വാല്യൂ 210,000 ആണ്. ആനുവൽ എക്സംഷൻ ഒക്കെ കഴിയുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയായിരിക്കും? 210,000 മൈനസ് 6,000 വിച്ച് വിൽ ബി 204,000. സോ ചാർജബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 204,000 ആയിരിക്കും. ആൻഡ് അവിടെ NRB യൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടാവും. സോ റിമൈനിങ് NRB എന്ന് പറയുന്നത് റിമൈനിങ് NRB എത്രയാണ്? 121,000 ആണ്. ആൻഡ് ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 409,000 ആണ്. ആൻഡ് IHT ലയബിലിറ്റി നമ്മൾ എത്ര പെർസെന്റേജിലാണ് പേ ചെയ്യുക? IHT ലയബിലിറ്റി ഓൺ ഡെത്ത് വിൽ ബി അറ്റ് ദ റേറ്റ് ഓഫ് 40%, which is equal to 409,000 into 40%. സോ IHT ലയബിലിറ്റി എന്ന് പറയുന്നത് 163,600 ആണ്. ഇനി റിസയ്ക്ക് എന്തൊക്കെയാണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ that's computation of Risa's
ഇൻഹെറിറ്റൻസ്. യെസ്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഡെത്ത് എസ്റ്റേറ്റിലെ എല്ലാ അസറ്റും ആർക്ക് ഇൻഹെറിറ്റ് ചെയ്യും? റിസയ്ക്ക് ഇൻഹെറിറ്റ് ചെയ്യും, എക്സെപ്റ്റ് ഒരു ക്യാഷ് 90,000 റിസയ്ക്ക് ഇൻഹെറിറ്റ് ചെയ്യില്ല. സോ റിസയ്ക്ക് എന്തൊക്കെയാണ് ഇൻഹെറിറ്റഡ് ആവുക എന്നുള്ളത് നോക്കാം. ഹൗസ് will be inherited and it will be worth 370,000. പിന്നെന്താണ് ഇൻഹെറിറ്റ് ചെയ്യുക? ഷെയർസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവും and it would be 240,000. ആൻഡ് അടുത്തതായിട്ട് ചാറ്റൽസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി 160,000. പക്ഷെ ഇതിന്ന് ഒരു 90,000 വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ 90,000 സ്പെസിഫിക് ബാക്ക്വെറ്റ് ഒരു 90,000 കൊടുക്കുന്നുണ്ട്. സോ സ്പെസിഫിക് ബാക്ക്വെറ്റ് ബെക്വെസ്റ്റ്. ഓക്കെ, ബെക്വെസ്റ്റ് 90,000 കൊടുക്കുന്നുണ്ട്. അത് ആൾക്ക് കിട്ടില്ല. ആൻഡ് IHT ബോണ്ട്, IHT പേയബിൾ എന്ന് പറയുന്നത് 163,600 ആണ്. സോ ഇത്രയും എക്സ്പെൻസും ലയബിലിറ്റിയും ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് IHT അവൈലബിൾ വിൽ ബി എത്രയായിരിക്കും? IHT അവൈലബിൾ വുഡ് ബി 516,400. ഓക്കെ, ഇത്രയും IHT ആയിരിക്കും ആർക്ക് അവൈലബിൾ? ഇൻഹെറിറ്റൻസ് ആയിട്ട് എത്രയാണ് റിസയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക? 516,400 ആയിരിക്കും ഇൻഹെറിറ്റൻസ് ആയിട്ട് റിസയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ടാക്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ട് റിസയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന IHT എന്ന് പറയുന്നത് എത്രയാണ്? 516,400 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റന്റെ കൂടെ തന്നെ നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ട്. എന്തായിരുന്നു? എന്തെങ്കിലും റിലീഫ് അവൈലബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഈ ഒരു ചാർജബിൾ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും റിലീഫ് അവൈലബിൾ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് BPR റിലീഫ് അവൈലബിൾ ആണ് ഓൺ ഷെയർസിന്റെ മുകളിൽ എന്ത് അവൈലബിൾ ആണ്? BPR അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മളവിടെ പ്രാക്ടിക്കലി ചെയ്തത്, കാൽക്കുലേഷൻ പാർട്ട് ചെയ്തത് ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. റിലീഫിന്റെ കേസ്, അപ്പം റിലീഫ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പറയാം, BPR relief would be available on the shares. BPR relief would be available on the shares. The conditions on the shares because ആ കണ്ടീഷൻസ് മെൻഷൻ ചെയ്യുക. എന്തുകൊണ്ടാണ് BPR റിലീഫ് അവൈലബിൾ ആയത്? The shares are in an unquoted trading company. The shares are in an unquoted trading company. പിന്നെ അതേപോലെ the shares are owned jointly for more than 2 years. Okay, അപ്പോ ഈ റിസയല്ല ഫെയറ ആക്ച്വലി 2 ഇയേഴ്സിലേക്ക് ഷെയർ ഓൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഫെയറ 1 ഇയേഴ്സും ആൻഡ് എത്രയോ മന്ത്സിലേക്കാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ആളുടെ ഹസ്ബൻഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡും വൈഫും ഓൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ജോയിന്റ് ഓണർഷിപ്പ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകും. അപ്പം അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഫെയറ has not owned the shares for the qualifying period of 2 years. However, her husband has held the shares. Her husband has held the shares, and therefore a joint ownership would be established and the qualifying ownership
parent would be satisfied. Yes. അപ്പം ഇത്രയും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിക്വയർമെന്റിൽ എന്ത് ചെയ്യാം, ഫുൾ മാർക്സ് ഏൺ ചെയ്യാം. അതായത് ആക്ച്വലി 6 മാർക്കിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. അതിൽ നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ട്. ആൻഡ് ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ആൻഡ് ആ ഒരു കാൽക്കുലേഷന് നിങ്ങൾക്ക് 4 മാർക്സ് ആണ് കിട്ടുക. ആക്ച്വലി വെരി ബേസിക് കാൽക്കുലേഷൻ ആണത്. ആൻഡ് ഈ ഒരു ഇതും റിലീഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ആണ് ഈ റിലീഫ് എന്ന് പറയുന്നത്. സോ പ്രോപ്പർ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. APR റിലീഫ്, BPR റിലീഫ്, പിന്നെ അതേപോലെ BADR, ഇങ്ങനത്തെ റിലീഫും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി എന്തുണ്ടാക്കി വെക്കുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ പ്രോപ്പർലി ഓർമ്മിച്ച് വെക്കുക. ആ കണ്ടീഷൻസ് സ്റ്റേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ 1 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സ് ആ സ്റ്റേറ്റ് ചെയ്തതിന് കിട്ടും. സോ ഈവൻ ദോ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും കണ്ടീഷൻസ് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മാർക്സ് കിട്ടും. സോ അങ്ങനെ കിട്ടുന്ന ഈസി മാർക്സ് ഒന്നും വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലൂസ് ചെയ്യരുത്. ഓക്കെ, സോ നമ്മൾ 6+2 8 മാർക്സിന്റെ റിക്വയർമെന്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനി നമുക്ക് കുറച്ച് റിക്വയർമെന്റ്സും കൂടെ ഉണ്ട്. നമുക്ക് ആ റിക്വയർമെന്റ്സ് നോക്കാം. യെസ്, ഈ ഒരു 12 മാർക്സിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. സെക്കൻഡ് റിക്വയർമെന്റ് ഇസ് ബി എന്താണ് റിക്വയർമെന്റ് എന്നുള്ളത് നോക്കാം. ബിയിൽ തന്നെ 2 സബ് റിക്വയർമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം. സ്റ്റേറ്റ് ദി ഓപ്ഷൻസ് അവൈലബിൾ ടു Riza to relieve her share of the loss of Pera and Company for the year ended 31st March 2024 on the assumption that she does not wish to carry any of this loss forward. ആള് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല എന്നുള്ള അസംഷനിൽ എന്തൊക്കെ ലോസ് റിലീഫാണ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് ലോസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ആ പാർട്ട്ണർഷിപ്പ് ലോസിനെ റിലേറ്റ് ചെയ്തിട്ട് ആൾക്ക് എന്തൊക്കെ റിലീഫാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും അത് റിലീവ് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാം, കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ജനറൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. പ്രീവിയസ് ഇയറിലെ ജനറൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അതിനൊരു ലിമിറ്റും റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇയറിൽ വന്ന ലോസ് അല്ലേ, അതായത് ആള് പാർട്ട്ണർഷിപ്പിൽ എൻറ്റർ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ അറൈസ് ചെയ്ത ലോസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിംഗ് റിലീഫ് കിട്ടും. ആൻഡ് അതായത് നിങ്ങൾക്ക് പ്രീവിയസ് 3 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിലീഫ് ക്യാരി ബാക്ക് ചെയ്യാം. ആൻഡ് അവിടെ ആ റിലീഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു റിലീഫിന്റെ ഓപ്ഷൻസ് ഒക്കെ എഴുതി പോവാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഓപ്ഷൻസ് അവൈലബിൾ എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ആ ഓപ്ഷൻസ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത്. 3 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. 3 പോയിന്റ്സ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 3 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക, കറന്റ് ഇയർ ലോസ് സെറ്റ് ഓഫ്, current year low set off. Yes, so ഇങ്ങനെ മെൻഷൻ ചെയ്യാം. The loss of 32,000, I think it's 32,000. Yes, the loss of 32,000 with respect to the partnership can be set off against the general income in the current tax year. Okay, current tax year ഏതാ, ലോസ് ഉണ്ടായിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 31st March 2024 ആണ്. സോ 23-24 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ബാക്ക് ചെയ്യാൻ പറ്റും. സോ അതൊന്ന് ഹെഡിങ് കൊടുക്കാം, ക്യാരി ബാക്ക് റിലീഫ്. ക്യാരി ബാക്കിൽ എന്താ ചെയ്യാൻ പറ്റുക, the total loss of 32,000 with respect to the partnership can be set off against
general income of the previous tax year, of the general income of the previous tax year 22-23. അപ്പം 22-23 എന്ത് ചെയ്യാം, നമുക്ക് ലോസ് ആയിട്ട് പ്രീവിയസ് ടാക്സ് ഇയറിൽ ഇൻകം ആയിട്ട്, ജനറൽ ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓപ്പണിംഗ് ഇയർ റിലീഫ് അവൈലബിൾ ആണ്. സോ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട്, ഓപ്പണിംഗ് ഇയർ റിലീഫ്. ഓപ്പണിംഗ് ഇയർ റിലീഫ് എന്താണ്, സിൻസ് ദി ലോസ് ഹാസ് ഇൻകേർഡ് on the first year of trading, since the loss has incurred on the first year of trading, an opening loss relief can be claimed on the total partnership loss. Partnership loss of 32,000. Okay. The loss can be, next sentence ആയിട്ട് എഴുതാം, the loss can be set off against the total income in the previous 3 years on a FIFO basis. Okay, അതായത് FIFO basis over the years, just ആ years ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക, over the years. ഇതിന്റെ ബാക്കിലേക്ക് 3 years എന്ന് പറയുമ്പോൾ 2021, 21, 22, 23. ഓക്കെ, അപ്പം ഈ 3 വർഷമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ആദ്യം 2021 ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ദെൻ 21, 22 ആൻഡ് ദെൻ 22, 23. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ലോസ് സെറ്റ് ഓഫിന്റെ 3 ഓപ്ഷൻസ്. ആൻഡ് ഈ 3 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്സ് കിട്ടും, 3 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്ത റിക്വയർമെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ സബ് റിക്വയർമെന്റിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സോ ജസ്റ്റ് അതൊന്ന് കൊടുക്കാം. ലോസ് റിലീഫ് അവൈലബിൾ, യെസ്. ഇനി സെക്കൻഡ് റിക്വയർമെന്റ് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് റിക്വയർമെന്റ് എന്താണ് സെക്കൻഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, explain which of the available options for relieving the loss will result in the highest income tax saving for Riza and calculate the amount of this tax saving. ഈ ക്വസ്റ്റ്യനും 2 പാർട്സ് ഉണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദി അതർ വൺ is കാൽക്കുലേറ്റ്. ഓക്കെ, സോ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്, ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്, കറണ്ട് ഇയർ സെറ്റ് ഓഫ് ആണോ, ക്യാരി ബാക്ക് സെറ്റ് ഓഫ് ആണോ, അതല്ല ഓപ്പണിംഗ് ഇയർ ആണോ, ഏതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടാക്സ് സേവിങ്സ് കിട്ടുക ആൻഡ് ആ ടാക്സ് സേവിങ്സ് എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം ആൻഡ് അതിനുശേഷം കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവാം. ഓക്കെ, യെസ്. സോ നമുക്ക് ജസ്റ്റ് ഹെഡിങ് ഒന്ന് കൊടുക്കാം. maximum loss relief set off and tax savings. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക ആൻഡ് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം കറണ്ട് ഇയർ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എത്ര ടാക്സ് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം.
അപ്പോൾ ആദ്യം നിങ്ങൾ കറണ്ട് ഇയറിൽ എത്രയാണ് ആൾക്കുള്ള ടോട്ടൽ ഇൻകം എന്നുള്ളത് നോക്കുക. കറണ്ട് ഇയറിൽ ആള് ഒരു 6 മന്ത്സിലേക്ക് എംപ്ലോയിഡ് ആണ്, അതിനുശേഷം ഈ പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് ലൂസ് ആണ് വന്നത്. സോ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്യാണ്, ഇൻ ദി കറണ്ട് ഇയർ കറണ്ട് ഇയർ ഏതാണ് 23-24. In the current year 23-24, Riza has employment income of 6 മാസത്തെ എംപ്ലോയ്മെന്റ് ഇൻകം അല്ലേ ആൾക്കുള്ളത്. കാരണം ആള് 6 മന്ത്സേ വർക്ക് ചെയ്തിട്ടുള്ളൂ. 6 മന്ത്സ് ആയപ്പോഴത്തേനും ആൾ എന്ത് ചെയ്തു, ജോലി വിട്ടിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു. സോ ആളുടെ ഈ വർഷത്തെ എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8,000 മന്ത്ലി ആണ് എന്നിവിടെ പറയുന്നുണ്ട്. ഇഫ് യു സീ ഹിയർ, കാണിച്ചു തരാം. യെസ്, ഇവിടെ പറയുന്നുണ്ട് 8,000 മന്ത്ലി കിട്ടുന്നുണ്ട്, ആനുവലി 96,000 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ വർഷം 6 മന്ത്സ് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ എത്രയായിരിക്കും സാലറി അവൈലബിൾ ആയിട്ടുണ്ടാവുക? 48,000 ആണ്. 8,000 into 6 months. സോ നമുക്ക് അതൊന്ന് പറയാം. ഇൻ ദ കറന്റ് ഇയർ 23-24, റിസ ഹാസ് എംപ്ലോയ്മെന്റ് ഇൻകം ഓഫ് 48,000. And her and after setting off and ആള് ഏത് റേറ്റ് ടാക്സ് പെയർ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ഷീ ഈസ് a higher rate taxpayer. She is a higher rate taxpayer if the loss of 32,000 is set off against the total income of 48,000. Riza will turn into a basic rate taxpayer because ആൾക്ക് ഇനി എത്രയാ ടോട്ടൽ ഇൻകം അല്ല നെറ്റ് ഇൻകം എത്ര ഉണ്ടാവുക? 48,000 മൈനസ് 32,000. ലോസ് സെറ്റ് ഓഫ് ചെയ്ത് കഴിയുന്ന സമയത്ത് നെറ്റ് ഇൻകം 16,000 ഉണ്ടാവും. പി എയും കൂടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്തായിരിക്കും? ബേസിക് റേറ്റ് ടാക്സ് പെയർ ആണ്. ഓക്കെ, വിൽ ടേൺ ഇൻ ടു എ ബേസിക് റേറ്റ് ടാക്സ് പെയർ. അപ്പം എത്ര പെർസെൻറ്റേജ് ആ ടാക്സ് സേവിങ് കിട്ടുക? 20% ആയിരിക്കും ടാക്സ് സേവിങ് കിട്ടുക. റിസ വിൽ ബി entitled to a 20% tax saving. Okay, and she would be able to utilize her personal allowance in full ആയിട്ട് പേഴ്സണൽ അലവൻസും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ടാക്സ് സേവിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20% ആയിരിക്കും. അതായത് 32,000ന്റെ 20% ആൾക്ക് സേവ് ചെയ്യാം. സോ ഇറ്റ് വുഡ് ബി യെസ്, അപ്പോ അത്രയും കൊടുത്താൽ മതി. 20% സേവിങ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. പി എ മൊത്തം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അതാണ് കറണ്ട് ഇയറിൽ ലോസ് സെറ്റ് ഓഫ് ചെയ്താൽ വരുന്ന ഇംപ്ലിക്കേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ബാക്ക് ചെയ്താൽ എന്തായിരിക്കും ഇംപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. ക്യാരി ബാക്ക് റിലീഫ്. ഓക്കെ, സോ ക്യാരി ബാക്ക് ചെയ്യുന്ന സമയത്ത് 2023 ആളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, ആള് ഏത് റേറ്റ് ടാക്സ് പെയർ ആണ് എന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. സോ ഫോർ ദ ടാക്സ് ഇയർ 22-23, Riza will be
a basic, Riza will have a total income of എത്ര ടോട്ടൽ ഇൻകം ഉണ്ടാവുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ വർഷം ആൾക്ക് എംപ്ലോയ്മെന്റ് ഇൻകം 96,000 ഉണ്ട്, പ്ലസ് ആൾക്കൊരു ബോണസ് 34,000 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 96 plus 34, 96 plus 34, which will be 130,000. 130,000. Yes, which will be 130,000, and 130,000 adjusted net income 130,000 ആയതുകൊണ്ട് തന്നെ ആൾക്ക് പേഴ്സണൽ അലവൻസ് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, പേഴ്സണൽ അലവൻസ് ഒന്നും കിട്ടില്ല. സോ റിസ വുഡ് ബി ആൻ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ, ആൻഡ് റിസ വുഡ് ബി ആൻ additional rate taxpayer. Riza would be an additional rate taxpayer. Yes, Riza would be an additional rate taxpayer. അപ്പോൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ഇംപ്ലിക്കേഷൻസ് വരാം? ആളുടെ ഇപ്പോഴത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 130,000 ആണ്. ലോസ് നമുക്ക് 32,000 ആണുള്ളത്. അപ്പം ആ 32,000 സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആള് അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ് ഇപ്പോ. അത് മാറിയിട്ട് ആൾ എന്താവും? ഹയർ റേറ്റ് ടാക്സ് പെയർ ആവും. അതേപോലെ ആൾക്ക് എന്തും കൂടെ കിട്ടും? PAയും കൂടെ കിട്ടും. കാരണം നമ്മൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 100,000-നേക്കാൾ കുറവായിരിക്കും. സോ ഫുൾ പേഴ്സണൽ അലവൻസും കൂടെ ആൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ ടാക്സ് സേവിങ്സ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഇഫ് റിസ set off the loss of 32,000 against the total income, her net income would be 130,000 minus 32,000, which will be 98,000. From 98,000 ആവുന്ന സമയത്ത് so that she would become a higher rate taxpayer. She would become a higher rate taxpayer, and she would become a higher rate taxpayer, and എന്താണ്? She would be entitled to full personal allowance. ആൾക്ക് എന്ത് കിട്ടും? മൊത്തം പേഴ്സണൽ അലവൻസും കൂടെ കിട്ടും. അപ്പോൾ ഇവിടെ ടാക്സ് സേവിങ്സ് ആക്ച്വലി എങ്ങനെയാ വരാം? 125,114 മുകളിൽ ആള് 45% ടാക്സ് കൊടുക്കേണ്ടത്. സോ ആ ഒരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ആളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 130,000 ആയിരുന്നു. അപ്പോ 125,114 മുകളിൽ, അതായത് 4,860 ആള് 45% ആയിരുന്നു ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത്. ആ 45% ടാക്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലേ? യെസ്. അപ്പം ടാക്സ് സേവിങ്സ് ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്ക്രിപ്റ്റീവ് രീതിക്ക് കൊടുക്കുക. ദി ടാക്സ് savings would be 45% for a part of the income and 40% for the remaining part. In addition to that, a 40%
savings can also be claimed on the personal allowance. Okay. യെസ്, അപ്പം ഇത്രയും റിലീഫാണ് ആൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് കമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ നമ്മളോട് എക്സ്പ്ലെയിൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം കാൽക്കുലേഷൻസ് ചെയ്തത്. അടുത്തതും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏതാണ് കൂടുതൽ നമുക്ക് റിലീഫും കാര്യങ്ങളും അവൈലബിൾ ആവുക, ഏറ്റവും കൂടുതൽ ടാക്സ് സേവിങ്സ് നമുക്ക് എവിടെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അടുത്ത ഓപ്ഷനും കൂടെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ആൻഡ് 1ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി 2ലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് സേവിങ്സ് കിട്ടുക. കാരണം 1ൽ നമുക്ക് എത്രേ കിട്ടിയിട്ടുള്ളൂ, 20% ടാക്സ് സേവിങ്സ് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഒരു ഭാഗത്തിന് 45% കിട്ടുന്നുണ്ട്, റിമൈനിങ് പാർട്ടിന് 40 പ്ലസ് ലോസ്റ്റ് പി എക്ക് നമുക്ക് എത്രയും കൂടെ കിട്ടുന്നുണ്ട്, 40% കൂടെ കിട്ടുന്നുണ്ട്. സോ സെക്കൻഡ് ഓപ്ഷനിലാണ് ഡെഫിനറ്റ്ലി ഇപ്പോ എന്തുള്ളത്, ടാക്സ് സേവിങ്സ് കൂടുതലുള്ളത്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ ഒന്ന് പോയി നോക്കാം. ഓപ്പണിംഗ് ഇയർ റിലീഫ്. ഓപ്പണിംഗ് ഇയർ റിലീഫിന്റെ കേസിൽ ഓപ്പണിംഗ് ഇയർ റിലീഫിന്റെ കേസിൽ ആൾക്ക് അന്നത്തെ ടോട്ടൽ ഇൻകം എത്രയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ആൻഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എത്ര സേവിങ്സ് കിട്ടും, ആൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് പോവാം. ഓപ്പണിംഗ് ഇയർ റിലീഫ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഫിഫോ ബേസിസിലായിരിക്കും ചെയ്യുക. സോ 2021 നമ്മൾ ഈ പറഞ്ഞ ലോസ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പം 2021 ആൾക്ക് എത്ര ഇൻകം ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ആൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണ് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യാം. On the tax year 2021 തന്നെയല്ലേ വരുന്നത്? യെസ്, on the tax year 2021 she would be able to claim, she would have a total income of 96,000. അതായത് എംപ്ലോയ്മെന്റ് ഇൻകം മാത്രമേ ആൾക്കുള്ളൂ, വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ, ബോണസ് ആ വർഷം കിട്ടുന്നുണ്ടോ? ഇല്ല, ബോണസ് ആകെ 2 വർഷമാണ് കിട്ടുന്നത്. ആൻഡ് അത് 21-22ലും 22-23ലാണ്. 2021 ബോണസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആൾക്ക് ആ വർഷം ആകെ എന്ത് മാത്രമേ ഉള്ളൂ, എംപ്ലോയ്മെന്റ് ഇൻകം മാത്രമേ ഉള്ളൂ. 96,000 ആണ് എംപ്ലോയ്മെന്റ് ഇൻകം. ആൻഡ് therefore she is a higher rate taxpayer, and therefore she is a higher rate taxpayer. If she set offs എന്നിട്ട് എഴുതാം, if she chose to set off, the partnership loses, if she chooses to set off the partnership loses, it would reduce the total income to 96,000 minus 34,000, 62,000 to 62,000, and Riza would receive a tax savings of 40% on the ലോസ് എമൗണ്ട് അല്ലേ? ഇവിടെ ആകെ കൂടെ കിട്ടുന്നത് എന്താണ്, 40% ലോസ് റിലീഫ് ആണ്. അല്ലാതെ പി എൽ എന്തെങ്കിലും ലോസ് റിലീഫും കാര്യങ്ങളൊക്കെ പി എ ലോസ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്ക് ആകെ കൂടെ കിട്ടുന്നത് 40% റിലീഫാണ്. 3 ഓപ്ഷൻസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഓപ്ഷൻ ബി, അതായത് ക്യാരി ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർസെൻറ്റേജിൽ എന്ത് കിട്ടും, റിലീഫും കാര്യങ്ങളും കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ആൻഡ് ആ ഒരു ഓപ്ഷന്റെ ടാക്സ് സേവിങ്സ് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് പോവാം. ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് റിക്വയർമെന്റ് എന്തായിരുന്നു, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് സേവിങ്. നമ്മളോട് എല്ലാ ഓപ്ഷന്റെയും ടാക്സ് സേവിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ഏറ്റവും ബെസ്റ്റ് ഏതാണ് അതിന്റെയാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് സേവിങ്സ്. യെസ്, സോ ആളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരുന്നു? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, let me see it as
130,000 ആയിരുന്നു ആളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. 130,000 ആയിരുന്നു. അതായത് ആളൊരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആയിരുന്നു. ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് 34,000 അല്ലെ, 34,000 സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആളുടെ നെറ്റ് ഇൻകം 96,000 ആവുകയാണ്. ഓക്കെ, അപ്പൊ നെറ്റ് ഇൻകം 96,000 ആവുന്ന സമയത്ത് ആൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടാക്സ് സേവിങ്സ് ആ വരുന്നത്? ഇപ്പോ 125,140ന്റെ എബവ് ഉള്ള എമൗണ്ടിന് ആക്ച്വലി ഏത് റേറ്റിലായിരുന്നു ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത്? 45%ലായിരുന്നു ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റിയില്ലേ? യെസ്. അപ്പോ ടാക്സ് സേവിങ്സിന്റെ സ്ഥലത്ത് 45% സേവിങ്ങിന്റെ അടുത്ത് കൊടുക്കുക. 130,000ല് 125, 140 അതിന്റെ എക്സസ് ഉള്ള എമൗണ്ടിന് നമ്മൾ ആക്ച്വലി 45%ലായിരുന്നു ടാക്സ് കൊടുത്തത്. ആ 45% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സേവ് ചെയ്യാൻ പറ്റി. അതായത് 2,187 നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഇനി എത്ര എമൗണ്ട് 40%ൽ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. 130,000 minus 4,860യുടെ ടാക്സ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തു. അതായത് 34,000 ടോട്ടൽ ലോസ് ഉള്ളതിൽ 4,860 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ലോസ് റിലീഫും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തു. 45% ലോസ് റിലീഫ് നമുക്ക് കിട്ടി. റിമൈനിങ് എമൗണ്ടിന് നമുക്ക് എത്രയാണ് ലോസ് റിലീഫ് കിട്ടുക? 40% ആണ് ലോസ് റിലീഫ് കിട്ടുക. സോ 40% ലോസ് റിലീഫ് കിട്ടുന്നു. ലോസ് ആക്ച്വലി 34,000 ആണ്. ചെറിയൊരു 32,000 ആണ്. ഓക്കെ, സോ 10,856 ആണ് നിങ്ങൾക്ക് മൊത്തം ആ ഒരു ലോസിന്റെ മുകളിൽ കിട്ടുന്ന ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ നമുക്ക് പി എയും കൂടെ കിട്ടുന്നില്ലേ? സോ 40% ഓൺ പേഴ്സണൽ അലവൻസ് ടാക്സ് സേവിങ്സ് അതും കൂടെ കിട്ടുന്നുണ്ട് നമുക്ക്. സോ 12,570 ഇൻറ്റു 40% ടാക്സ് സേവിങ്സ് അവിടെയും കൂടെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ടോട്ടൽ ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2,187 പ്ലസ് 10,856 പ്ലസ് 5,028 which is equal to 18,071. Total tax savings is equal to 18,071. Yes, that's 18,071. സോ നമ്മൾ ആ ഒരു റിക്വയർമെന്റും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ചെയ്തതൊന്നുമില്ല. എത്ര പെർസെൻറ്റേജിൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഫുൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ പെർസെൻറ്റേജ് സേവ്ഡ് മാത്രം, എമൗണ്ട് സേവ്ഡ് മാത്രം എടുത്തു ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് വർത്ത്, എനിക്ക് തോന്നുന്നു 5 മാർക്സിന്റെ റിക്വയർമെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ കമ്പ്യൂട്ടേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങൾ ATX ലെവലിലുള്ള സ്റ്റുഡൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജിലാണ് ഇത് സേവ് ചെയ്യാൻ പറ്റുക, ആ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഈസിലി എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്ട്ലി പെർസെൻറ്റേജ് എടുത്തത്. ആൻഡ് ഈ രീതിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു പോകേണ്ടതും. നിങ്ങൾ ഒരിക്കലും ആ ഒരു ഫുൾ കമ്പ്യൂട്ടേഷൻ ഒന്നും ചെയ്തു പോകരുത്. ടൈം ഒരുപാട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആൻഡ് ഇത് ATX ആണ്, അതുകൊണ്ട് തന്നെ ഒരു P ലെവൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈമിന് ഭയങ്കര ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫുൾ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ആ പെർസെൻറ്റേജ് സേവ്ഡ് മാത്രം എടുത്തിട്ട് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ റിക്വയർമെന്റിലേക്ക് പോവാം. ലാസ്റ്റത്തെ റിക്വയർമെന്റ് എന്താണ്? ലാസ്റ്റത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് which is C. Explain how income tax relief will be given for the interest payable on the loans taken out by RISA on 6th April 2024. RISA 6th April 2024 കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ലോണിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് റിലീഫാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ട് എന്ത് റിലീഫാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനി ഇൻകം ടാക്സ് സേവിംഗ് ഫോർ ദ ടാക്സ് ഇയർ 24-25 ഇൻ റെസ്പെക്ട് ഓഫ് ദി ടാക്സ് റിലീഫ്. അപ്പം എത്രയാണ് ടാക്സ് സേവിങ്സ്, ആ ഒരു ഇൻട്രസ്റ്റിന്റെ മുകളിൽ എത്ര ടാക്സ് സേവിങ്സ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ലോൺസ് ഒന്ന് നോക്കാം. 2 ലോൺസ് ആണുള്ളത്. രണ്ടിനും എത്രയാണ് ടാക്സ് സേവിങ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലോൺ എന്ന് പറയുന്നത്
ലോൺ ഫോർ പാർട്ട്ണർഷിപ്പ് അല്ലെ? ലോൺ ഫോർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പാർട്ട്ണർഷിപ്പിലേക്ക് അഡീഷണൽ ക്യാപിറ്റലോ എന്തിനെങ്കിലും ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുക്കുകയാണ്, അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് അറൈസ് ആവുന്നുണ്ടെങ്കിൽ അത് ക്വാളിഫൈയിങ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ആൻഡ് അത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഡിഡക്ട് ചെയ്യാം? ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. സോ ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് the interest due on the loan, the interest due on the loan with respect to the amount, with respect to the partnership, with respect to the partnership as a qualifying interest payment, and therefore this can be deducted from the total income. ഇനി ആള് ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ് എന്ന് പറയുന്നുണ്ട്. 24-25 ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പെർസെന്റേജിൽ സേവിങ്സ് കിട്ടും? 40% സേവിങ്സ് കിട്ടും. സോ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 4,000 ആൻഡ് ആ 4,000 നിങ്ങൾക്ക് 40% സേവിങ്സ് കിട്ടും. അപ്പം അതൊന്ന് നമ്മൾ മെൻഷൻ ചെയ്യാം. ദ ടാക്സ് സേവിങ്സ് with respect to the loan for partnership would be എത്രയായിരിക്കും? 4,000 into 40%, which is equal to 1,600 ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ടാക്സ് സേവിങ്സ് കിട്ടുക. ഓക്കെ, ഇനി വേറൊരു ലോൺ എടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ലോൺ? ലോൺ ടു ഫിനാൻസ് ദ അക്വിസിഷൻ ഓഫ് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ലോൺ ടു ഫൈനാൻസ് ദി acquisition of residential property. Yes. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പ്രോപ്പർട്ടി ബിസിനസിന്റെ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. പകരം ആ ഒരു ഇൻട്രസ്റ്റിന്റെ 20% ഫിനാൻസ് കോസ്റ്റിന്റെ 20% നമ്മൾ എവിടെ നിന്നാണ് ഡിഡക്ട് ചെയ്യുക? ഇൻകം ടാക്സ് ലയബിലിറ്റി എന്നാണ് ഡിഡക്ട് ചെയ്യുക. സോ ആ കാര്യം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. the interest on the loan to acquire the residential investment property can be deducted from the income tax liability of RISA, but the amount that could be deducted would be restricted to the basic rate 20%. എത്രയാണ് നമുക്ക് ഫിനാൻസ് കോസ്റ്റ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ 20% ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 2, നമ്മളത് ടോട്ടൽ ഇൻകത്ത് നല്ല ഡിഡക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഇൻകത്ത് നിന്നോ ആ ഒരു കമ്പ്യൂട്ടേഷൻ ഒന്നും അല്ല നമ്മൾ ഡിഡക്ട് ചെയ്യുക. നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് ഇൻകം ടാക്സ് ലയബിലിറ്റി എന്നാണ്. ഓക്കെ,
സോ ഇവിടെ ആൾക്ക് കിട്ടുന്ന ടാക്സ് സേവിങ്സ് എത്രയായിരിക്കും? ദ ടാക്സ് സേവിങ്സ് would be ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 5020 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 5020 into 5020 into എത്ര പെർസെൻറ്റേജ് ആ? 20%, which would be 5020 into 20%, 1004 ആണ്, which would be 1004. Yes, that is 1004. ആൻഡ് നമ്മുടെ ടോട്ടൽ ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത്, ദി ടോട്ടൽ ടാക്സ് സേവിങ്സ് വുഡ് ബി 1004 plus 1600, which is equal to 2604. എത്രയാണ് നമ്മുടെ ടോട്ടൽ ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത്? 2604 ആണ്. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ എല്ലാ റിക്വയർമെന്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി 3 റിക്വയർമെന്റ്സ് ആയിരുന്നു ഈ ഒരു സിനാരിയോ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ 3 റിക്വയർമെന്റ്സും ആക്ച്വലി പ്രിറ്റി ഈസി റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇതിന്റെ 50 മാർക്ക് ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മൾ ഇതിന്റെ 25 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. രണ്ടും ആക്ച്വലി എന്താണ്? ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടാക്സ് പോർഷൻസ് തന്നെയാണ് മെജോറിറ്റി ആയിട്ട് വരുന്നത്. ആൻഡ് ATX പോർഷൻസിലേക്ക് വരുമ്പോൾ റിലീഫ് ആണ് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ലോസസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് ട്രേഡ് ലോസിനെ റിലേറ്റ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു കമ്പനി അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിവിജ്വൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഏരിയാസ് ഒക്കെ പ്രോപ്പർലി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഒന്നും കൂടെ പറയാം ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒന്ന്, ട്രേഡ് ലോ സെറ്റ് ഓഫ് പ്രോപ്പർലി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള റിലീഫുകൾ പ്രോപ്പർലി കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ റിലീഫിന്റെയും കണ്ടീഷൻസ് പ്രോപ്പർലി മനസ്സിലാക്കുക. പ്രോപ്പർലി അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് അത് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കി വെക്കുക. പിന്നെ അതേപോലെ വാറ്റിൽ ഒപ്റ്റിംഗ് ടു ടാക്സും നോട്ട് ഒപ്റ്റിംഗ് ടു ടാക്സും ഈ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം ആൻഡ് ട്രാൻസ്ഫർ പ്രൈസിങ് ഈ ഇടയായിട്ട് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ട്രാൻസ്ഫർ പ്രൈസിംഗിലൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ആൻഡ് ഓവർസീസ് ആസ്പെക്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ഇനി ഡേറ്റ്സിന്റെ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സാമിന് 2-3 ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പം ആ ഒരു ഡേയ്സിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഡേറ്റ്സും ഇങ്ങനെ മെല്ലെ മെല്ലെ റിവൈസ് ചെയ്ത് പോവുക. അതായത് രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരമോ എപ്പോഴെങ്കിലും കുറച്ച് ടൈം ഡേറ്റ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ആൻഡ് അത് ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് അവിടെ ഒഴിവാക്കരുത്. അത് ഇന്ന് ഞാൻ ഡേറ്റ് നോക്കി കഴിഞ്ഞല്ലോ, നാളെ ഇനി നോക്കണ്ടല്ലോ എന്നുള്ളൊരു സാധനം മൈൻഡിലേക്ക് വരുത്തരുത്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ എന്ത് ചെയ്യുക? ഡേറ്റ്സ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. കാരണം ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഈസിലി മറക്കുന്ന ഏരിയാസ് ആണ്. അതായത് എന്താണ്? നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറേ ഡേറ്റ്സ് ഉണ്ടാവും, കൺഫ്യൂസിങ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ടോട്ടലി ഓക്കെ. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഡേറ്റ്സ് എന്ത് പോവുക? മറന്നു പോവുക എന്നുള്ളത്. ആൻഡ് അതിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ആവാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളത് ഡെയിലി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഡെയിലി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഡേറ്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യാം? പ്രോപ്പർലി സെറ്റ് ആക്കാം. വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. ആൻഡ് ഓവർസീസ് ആസ്പെക്ട് ഒക്കെ എന്ത് ചെയ്യുക? പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ATX ആണ്. സോ ഓവർസീസ് ആസ്പെക്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ആൻഡ് അതേപോലെ ഇൻഡിവിജ്വൽസിന്റെ ഡൊമിസൈൽ സ്റ്റാറ്റസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ UK റെസിഡന്റും UK ഡൊമിസൈലൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ കുറെ കാര്യങ്ങൾ, കുറെ കണ്ടീഷൻസും ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. സോ ഈ പറഞ്ഞ കണ്ടീഷൻസും ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് വേണം? അതിന്റെ ബേസ് നോളജ് വേണ്ടേ? അതിന്റെ കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഓർമ്മ വേണ്ടേ? ഇനി നിങ്ങൾക്ക് കണ്ടീഷൻസും ക്രൈറ്റീരിയാസും അറിയാം, അത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. ആ കണ്ടീഷൻസും ക്രൈറ്റീരിയാസും എഴുതിയതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം എന്ത് ചെയ്യുക? ഓരോന്നിന്റെയും കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഒക്കെ പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ട് മാത്രം എക്സാമിന് പോവുക. ആൻഡ് ഡേറ്റ്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് മുതൽ ആ ഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് എടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. ആൻഡ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റെസ്പോണ്ട് ഇൻ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ആർക്കും ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യാം.
ആൻഡ് അഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ പേഴ്സണലി. നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്പറും കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ പ്ലീസ് കോൺടാക്ട് മീ പേഴ്സണലി. ആൻഡ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ ലാസ്റ്റ് ഡേയ്സ് ആണ്, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ടെൻസ്ഡ് ആവാതെ, ഭയങ്കര എന്താ പറയുക, മെസ്ഡപ്പ് ആവാതെ ഒന്ന് സമാധാനത്തിലിരുന്ന് പ്രോപ്പർലി പ്രിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് നിങ്ങൾ പ്രോപ്പർലി എക്സാം അറ്റംപ്റ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ, അതായത് ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം പാസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാണ്, നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോ P-level പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ്മെന്റിന് വളരെയധികം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. സോ ടൈം മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർലി കറക്റ്റ് ചെയ്യുക. നിങ്ങൾ 50 മാർക്സിന്റെ ക്വസ്റ്റിന് എടുക്കാൻ പറ്റുന്നത് 1.5 ഹവേഴ്സ് ആണ്. ആൻഡ് 1.5 ഹവേഴ്സ് ഒന്നും കംപ്ലീറ്റ്ലി എടുക്കരുത്. അതിന് മുന്നേ തന്നെ മാക്സിമം 1.5 എടുക്കുക. ആൻഡ് ആഫ്റ്റർ 1.5 ക്വസ്റ്റ്യൻ അവിടെ ലീവ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ മേ ബി ഈസിയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് പക്ക ഈസിയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മേ ബി ആൻസർ ചെയ്യാൻ മറന്നു പോകും. അതായത് ഈ 50 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ മറന്നു പോകും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യും. സോ ടൈം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും ആ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എക്സാമിന്റെ സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ട്രിക്കിയർ ആയിരിക്കാം, ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കാം. എക്സാം എന്ന് പറയുന്ന സമയത്ത് എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അപ്പം ഒരു എക്സാം ഇടുന്ന സമയത്ത് A to Z ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അവിടെ എന്തുണ്ടാവും, ചില ട്രിക്കിയർ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ട്രിക്കിയർ പാർട്സ് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ഏറ്റവും പെട്ടെന്ന് എഴുതി തീർക്കുക. അത് മാക്സിമം നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് റിമൈനിങ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഭാഗത്തിലേക്ക് പോവാം. അല്ലാതെ അറിയാത്ത ഭാഗത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഗം എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ടൈം ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ടെൻസ്ഡ് ആവുന്ന സമയത്ത് അറിയുന്ന ആൻസേഴ്സ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് എക്സാമിന് പോകുന്ന അന്ന് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി കൊണ്ടുപോവുക. അതായത് ID കാർഡ്സ് കൊണ്ടുപോവുക, ഒറിജിനൽ ID കാർഡ്സ് തന്നെ കൊണ്ടുപോവുക. ആൻഡ് നിങ്ങളുടെ ഡോക്കറ്റ് കൊണ്ടുപോവുക, കാൽക്കുലേറ്റേഴ്സ് ക്യാരി ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പർലി ക്യാരി ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സോ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ആൻഡ് പ്ലീസ് ബി കോൺസെൻട്രേറ്റഡ് ഓൺ യുവർ എക്സാംസ്. All the very best, dear students.